This is a story about a thoughtful and loving son. He works hard to fulfill his parents' wishes and gets some unexpected help. ഓക്കെ, അപ്പോൾ ഈ കഥ ഒരു സ്നേഹസമ്പന്നനായ മകൻ്റെ കഥയാണ്. അവനെന്താണ് കഠിനാധ്വാനം ചെയ്തിട്ട് തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവന് അവിചാരിതമായിട്ട് ചില സഹായങ്ങൾ ലഭിക്കുന്ന ഒരു കഥയാണ്. താരോസ് റിവാർഡ്. എ യങ് വുഡ് കട്ടർ നെയ്മഡ് താരോ lived with his mother and father on a lonely hillside. All day long he chopped wood in the forest. Though he worked very hard, he earned very little money. ഓക്കെ, താരോ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരു ഹിൽ സൈഡിലാണ്, കുന്നിൻ ചെരുവിലാണ് താമസിച്ചിരുന്നത്. ഓൾ ഡേ ലോങ് ഹി ചോപ്ഡ് വുഡ് ഇൻ ദ ഫോറസ്റ്റ്. ദിവസം മുഴുവൻ മരം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുകയായിരുന്നു അവൻ്റെ പണി. പക്ഷേ ഇത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ആകെ കുറച്ച് പണം മാത്രമേ അവന് സമ്പാദിക്കാൻ കഴിഞ്ഞുള്ളൂ. ദിസ് മെയ്ഡ് ഹിം സാഡ്, for he was a thoughtful son and wanted to give his all parents everything they needed. ഇതവനെ വിഷമത്തിലാക്കി. കാരണം അവൻ നല്ല ചിന്താശീലനായ ഒരു മകനായിരുന്നു. അവന് തൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അവരാഗ്രഹിച്ചതെല്ലതും നൽകണം എന്നായിരുന്നു ആഗ്രഹം. One evening when Taro and his parents were sitting in a corner of their hut, a strong wind began to blow. It whistled through the cracks of the hut and everyone felt very cold. Suddenly, Taro's father said, "I wish I had a cup of shake. It would warm me and do my all hurt good." അപ്പോൾ എന്താ സംഭവിച്ചേ? ഒരു വൈകുന്നേരം താരോ തൻ്റെ പാരൻസിൻ്റെ കൂടെ കുടിലിലെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു നല്ല ശക്തമായ ഒരു കാറ്റ് വീശി. അപ്പോൾ അവർക്കെല്ലാവർക്കും നല്ല തണുപ്പ് തോന്നി. അപ്പോൾ പെട്ടെന്ന് താരോയുടെ അച്ഛൻ പറഞ്ഞു, "ഐ വിഷ് ഐ ഹാഡ് എ കപ്പ് ഓഫ് ഷേക്ക്." ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു കപ്പ് ഷേക്ക് കുടിച്ചാൽ കൊള്ളാമായിരുന്നു. ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ കുടിക്കുന്ന ഒരു പാനീയമാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് അവൻ്റെ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. This made Taro sadder than ever, for the heart-warming drink called shake was very expensive. How do I earn more money? He asked himself. How do I get a little shake for my poor old father? He decided to work harder than before. ഇത് കേട്ടപ്പോൾ താരോയ്ക്ക് കൂടുതൽ വിഷമായി. എങ്ങനെ ഞാൻ എൻ്റെ അച്ഛന് ഷേക്ക് എന്ന് പറഞ്ഞ ഈ പാനീയം വാങ്ങിക്കൊടുക്കാൻ സാധിക്കും? കാരണം ഷേക്ക് എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പാവപ്പെട്ട അച്ഛന് ഈ ഒരു ഡ്രിങ്ക് വാങ്ങിക്കുടിക്കാമെന്ന് അവന് ചിന്തയായി. അപ്പോൾ അവൻ ചിന്തിച്ചു, ഇനി കൂടുതൽ ജോലി ചെയ്യണം, എന്നിട്ട് അച്ഛന് ഇതെങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കണം. നെക്സ്റ്റ് മോർണിംഗ് താരോ jumped out of bed earlier than usual and made his way to the forest. He chopped and cut as the sun climbed, and soon he was so warm that he had to take off his jacket. His mouth was dry and his face was wet with sweat. My poor old father, he thought, if only he was as warm as I. And with that he began to chop even faster, thinking of the extra money he must earn to buy, say, to warm the old man's bones. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? പിറ്റേ ദിവസം രാവിലെ താരോ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട്
വേഗം കാട്ടിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് മരങ്ങളൊക്കെ മുറിക്കാൻ തുടങ്ങി. നല്ല മുറിച്ച് കുറച്ച് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ അവൻ നല്ല ചൂടെടുക്കാൻ തുടങ്ങി. അവൻ്റെ ജാക്കറ്റൊക്കെ ഊരി മാറ്റി. അവൻ്റെ വായ ഡ്രൈ ആവാൻ തുടങ്ങി വേർത്തിട്ട്. എന്നിട്ട് മുഖത്തു നിന്നൊക്കെ വേർപ്പ് ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ അവൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു. മൈ പുവർ ഓൾ ഫാദർ, ഞാൻ എൻ്റെ പാവ അച്ഛൻ, എനിക്കിപ്പോൾ ഈ കിട്ടുന്ന ചൂട് എനിക്ക് എൻ്റെ അച്ഛന് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ ആ ചിന്തയോടെ അവൻ വീണ്ടും നല്ല അധ്വാനിച്ച് വീണ്ടും ഒരുപാട് മരം വീണ്ടും കട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ചിന്തിക്കുന്ന എന്താണ് മനസ്സിൽ, ഒരുപാട് കാശ് കിട്ടിയിട്ട് ആ സേക്ക് എന്ന് പറഞ്ഞ പാനീയം അച്ഛന് വാങ്ങിക്കൊടുക്കണം എന്ന ചിന്തയാണ് വരുന്നത്. Then suddenly Taro stopped chopping. What was that sound he heard? Could it possibly be rushing water? Taro could not remember ever seeing or hearing a rushing stream in that part of the forest. He was thirsty. The axe dropped out of his hand and he ran in the direction of the sound. Okay. കുറച്ച് കഴിഞ്ഞപ്പോൾ താരോ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഇതെന്താണെന്ന് അവൻ ആലോചിക്കുകയാണ്. വെള്ളം കുതിച്ചു വരുന്ന പോലത്തെ ഒരു ശബ്ദം. അപ്പോൾ താരോ ചിന്തിക്കുകയാണ്, ആ കാടിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുവരെ ഒരു അരുവിയുടെയോ ഇതിൻ്റെ ഒന്നും കണ്ടതായിട്ടോ ഒന്നും കേട്ടതായിട്ടൊന്നും ഓർമ്മയില്ല. അവന് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ മഴു താഴെ വീണു. എന്നിട്ട് അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോയി. Taro saw a beautiful little waterfall hidden behind a rock. Kneeling at a place where the water flowed quietly, he cupped a little in his hands and put it in his lips. Was it water or was it sake? He tasted it again and again, and always it was the delicious sake instead of cold water. അപ്പോൾ എന്താണ്, താരോ ആ നോക്കുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഒരു പാറയുടെ പിന്നിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം. അവൻ മുട്ടുകുത്തി നിന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം കോരി ചുണ്ടിൽ നനച്ചു. അപ്പം നോക്കുമ്പോൾ അവനൊരു സംശയം, ഇത് വെള്ളം തന്നെയാണോ? പച്ചവെള്ളത്തിൻ്റെ രുചിയല്ലല്ലോ. കുറച്ചും കൂടെ കുടിച്ചു നോക്കി. അതിന് ഇതെന്താണ്, ഇത് സേക്കാണോ? അവന് വീണ്ടും സംശയം. അവൻ വീണ്ടും കുടിച്ചു നോക്കി. അപ്പോഴൊക്കെ അത് രുചികരമായ സേക്കായിട്ട് അവന് അനുഭവപ്പെട്ടു. അത് വെറും വെള്ളമല്ല, സേക്കായിരുന്നു. Taro quickly filled the pitcher he had with him and hurried home. The old man was delighted with the sake. After എന്താ ചെയ്തത്, താരോ പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള ഒരു പാത്രം കണ്ടില്ല, പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, അതിൽ നിറച്ചു, സേക്ക് നിറച്ചു. എന്നിട്ട് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് തൻ്റെ അച്ഛന് കൊടുത്തു. അച്ഛൻ ഭയങ്കര സന്തോഷവാനായി ഇത് കുടിച്ചിട്ട്. After only one swallow of the liquid, he stopped shivering and did a little dance in the middle of the floor. ഒരു കവിള് സേക്ക് കുടിച്ചപ്പോൾ തന്നെ അച്ഛൻ്റെ വിരലൊക്കെ മാറി തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്തായി, സന്തോഷം കൊണ്ട് ഒരു ചെറിയ ഡാൻസ് വരെ കളിച്ചു. That afternoon, a neighbor stopped by for a visit. Taro's father politely offered her a cup of the sake. The lady drank it greedily and thanked the old man. Then Taro told her the story of the magic waterfall. Thanking them for the delicious drink, she left in a hurry. By nightfall, she had spread the story throughout the whole village. അന്ന് വൈകുന്നേരം ഒരയൽവാസിയായ ഒരു സ്ത്രീ വെറുതെ സാധാരണ വരാറുള്ള പോലെ വീട്ടിലേക്ക് ഒരു
അതിഥി വെറുതെ ഒന്ന് വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ താരോയുടെ അച്ഛൻ നമ്മൾ വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനൊക്കെ നൽകില്ലേ, ആ ഒരു മര്യാദയിൽ എന്ത് ചെയ്തു, ഒരു കപ്പ് സേക്ക് കുടിക്കാൻ കൊടുത്തു അവർക്ക്. ദ ലേഡി ഡ്രാങ്ക് ഇറ്റ് ഗ്രീഡ്ലി. എന്താണ്, അവരത് അതിയായ ആഗ്രഹത്തോട് കൂടി വേഗം അത് കുടിച്ചു. എന്നിട്ട് നന്ദി പറഞ്ഞു. ദെൻ താരോ എന്താ സംഭവിച്ചത്, അത് കഴിഞ്ഞിട്ട് താരോയുടെ അച്ഛൻ അതും പറഞ്ഞു, ഈ മാജിക് വാട്ടർഫോൾ, ഈ എന്താണ് മാന്ത്രിക വെള്ളച്ചാട്ടത്തെക്കുറിച്ച്. അവർ നന്ദി പറഞ്ഞിട്ട് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രിയായപ്പോൾ ചെയ്തു, ആ കഥ ആ ഗ്രാമം മുഴുവൻ പറഞ്ഞു പരത്തി. ദാറ്റ് ഈവനിങ് there was a long procession of visitors to the woodcutter's house. Each man heard the story of the waterfall and took a sip of the sake. In less than an hour, the pitcher was empty. അന്ന് വൈകുന്നേരം എന്താ സംഭവിച്ചത്, അവിടെ വലിയൊരു ഇതുണ്ടായി. എന്താണ്, ആൾക്കാരുടെ കൂട്ടുണ്ടായി. അവരൊക്കെയും കഥ കേട്ട് വന്നവരായിരുന്നു. അവരൊക്കെ ഇതിൻ്റെ ഓരോ സേക്കിൻ്റെ ഓരോ സിപ്പ് കുടിച്ചു നോക്കി. അരമണിക്കൂറായപ്പോഴേക്കും ആ പാത്രത്തിലുണ്ടായിരുന്ന സേക്ക് മുഴുവൻ തീർന്നു. നെക്സ്റ്റ് മോർണിംഗ് താരോ സ്റ്റാർട്ടഡ് ഫോർ വാക്ക് ഈവൻ ഏർലിയർ ദാൻ ദ മോർണിംഗ് ബിഫോർ. He carried with him the largest pitcher he owned, for he intended first of all to go to the waterfall. When he reached it, he found to his great surprise all his neighbors there. They were carrying pitchers, jars, buckets, anything they could find to hold the magic sake. Then one villager knelt and held his mouth under the waterfall to drink. He drank again and again, and then shouted angrily, "Water! Nothing but water!" Others also tried, but there was no sake, only cold water. പിറ്റേ ദിവസം രാവിലെ താരോ നല്ല പുലർച്ചെ തന്നെ കാട്ടിലേക്ക് പുറപ്പെട്ടു. വലിയൊരു കയ്യിൽ വലിയൊരു പാത്രം എടുത്തു. എന്നിട്ട് നിറയ്ക്കാനായിട്ട്, സേക്ക് നിറയ്ക്കാനായിട്ട്. പക്ഷേ അവൻ ആ വെള്ളച്ചാട്ടത്തിൽ എത്തിയപ്പോൾ അവനാകെ അത്ഭുതപ്പെട്ടു പോയി. നോക്കുമ്പോൾ അവൻ്റെ അയൽവാസികളൊക്കെ അവിടെ നിൽക്കുന്നു. അവരുടെയൊക്കെ കയ്യിൽ ജാറ്, വലിയ വലിയ ജാറ്, ബക്കറ്റ് വരെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ മാജിക് സേക്ക്, അതായത് ഇത് അത്ഭുത ശക്തി കൊണ്ട് ഉണ്ടായ സേക്കല്ലേ, അപ്പോൾ അത് നിറയ്ക്കാനായിട്ട്, മാതൃകയായിട്ട് കിട്ടിയത് നിറയ്ക്കാനായിട്ട് അവരൊക്കെ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ അത് കുടിച്ചു നോക്കിയപ്പോൾ നോക്കുമ്പോൾ എന്താണ്, അയാൾ വെറും വെള്ളം. അയാൾക്ക് ആകെ ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഇതെന്താണ്, ഇത് വെറും വെള്ളമാണല്ലോ, ഇത് സേക്കും അല്ല, ഒന്നുമല്ല, വെറും തണുത്ത വെള്ളമാണ്. "We have been tricked," shouted the villagers. "Where is Taro? Let us drown him in this waterfall." But Taro had been wise enough to slip behind a rock when he saw how things were going. He was nowhere to be found. അവർക്ക് ആകെ ദേഷ്യം വന്നു. നമ്മളെ ഇവൻ പറ്റിക്കുകയാണ്, താരോയുടെ അവനെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ തന്നെ മുക്കാം. അങ്ങനെ അവരൊക്കെ കൂടെ തീരുമാനിച്ചു. പക്ഷേ താരോ കൗശലശാലി ആയതുകൊണ്ട് എന്താണ്, ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്നിരുന്നു. കാര്യങ്ങളൊക്കെ വഷളാവുന്നത് കണ്ടിട്ട് അവൻ അവിടെ തന്നെ ഒളിച്ചിരുന്നു. അവർ നോക്കിയപ്പോൾ താരോനെ എവിടെയും കാണാനില്ല. Muttering their anger and disappointment, the villagers left the place one by one. Taro came out from his hiding place. Was it true? He wondered. Was the sake a dream? Once more he caught a little liquid in his hand and put it to his lips. It was the same fine sake. To the thoughtful son, the magic waterfall gave the delicious sake. To everyone else, it gave only cold water. അപ്പോൾ എന്താണ്, ആൾക്കാർക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നു, നിരാശയായി. അപ്പോൾ ബാക്കിയുള്ള ഗ്രാമത്തിലുള്ളവരൊക്കെ ഒന്നൊന്നായിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു.
കുറച്ച് കഴിഞ്ഞപ്പോൾ താര ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഒന്നും കൂടെ വന്നിട്ട് നോക്കി. ഇത് എൻ്റെ വേറൊരു സ്വപ്നമായിരുന്നോ? ഒന്നും കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവൻ വീണ്ടും കുറച്ച് ഇതെടുത്തിട്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും അതേ അതേ രുചികരമായ പാനീയം. അപ്പോൾ എന്ത് സംഭവിച്ചേ? അവന് മാത്രം അത് ഡെലീഷ്യസ് സേക്കായിട്ട് ആ വാട്ടർഫോൾ നൽകിക്കൊണ്ടിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന അവന് മാത്രം സേക്കായിരുന്നു. ബാക്കി എല്ലാവർക്കും അത് വെറും പച്ചവെള്ളവും. The story of Taro and his magic waterfall reached the Emperor of Japan. He sent for the young woodcutter and rewarded him with 20 pieces of gold for having been so good and kind. Then he named the most beautiful fountain in the city after Taro. This, said the emperor, was to encourage all children to honor and obey their parents. ഓക്കെ, അപ്പോൾ ഇത് നടന്നത് ജപ്പാനിലാണ്. അപ്പോൾ താരോയുടെ ഈ കഥയും ഈ അത്ഭുത വെള്ളച്ചാട്ടത്തിൻ്റെ കഥയൊക്കെ ചക്രവർത്തിയുടെ അടുത്ത് വരെ എത്തി. പറഞ്ഞിട്ട് ചക്രവർത്തി വരെ അറിഞ്ഞു. എന്ത് ചെയ്തു? ചക്രവർത്തി എന്ത് ചെയ്തു? അവനെ വിളിച്ചു വരുത്തിയിട്ട് സമ്മാനമായിട്ട് 20 സ്വർണ്ണ നാണയം കൊടുത്തു. എന്തിനാണ്? അവൻ അത്ര ദയാലും നല്ലവനും ആയതുകൊണ്ടാണ് അവന് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അവന് മാത്രം സേക്ക് കുടിക്കാൻ ലഭിച്ചത്. അതുമാത്രമല്ല, ചക്രവർത്തി എന്ത് ചെയ്തു? ആ അരുവിക്ക് അവൻ്റെ പേരിട്ടു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കാൻ, അവരെ അവൻ ചെയ്ത കാര്യത്തിന് ഒരു ആദരവ് പോലെയാണ് അവൻ്റെ പേര് ആ വെള്ളച്ചാട്ടത്തിന് നൽകിയത്. ഇത് കുട്ടികൾക്ക് ഇത് ഒരു പ്രോത്സാഹനം ആവാൻ കൂടിയാണ്. എന്തിനാണ്? നല്ല അച്ഛനമ്മമാരെ അനുസരിക്കുന്ന നല്ല കുട്ടികളായിട്ട് അച്ഛനമ്മമാരെ നല്ല നോക്കുന്ന കുട്ടികൾക്ക് ദൈവം ഇതുപോലത്തെ ഓരോ സമ്മാനങ്ങൾ നൽകും എന്നാണ് കഥ സൂചിപ്പിക്കുന്നത്. ഓക്കെ.